അമൃത ടി വി നല്ലോണം കണ്ടോണം ലക്ഷ്യങ്ങൾ കൊണ്ടോണം എന്ന സമ്മാന പദ്ധതിയിലെ ഇന്നത്തെ വിജയികളെ പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. മണിക്കൂറുകളുടെ ഇടവേളകളിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയവർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് സ്വയംവര സിൽക്സും വണ്ടർലായുമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയവരിൽ ഇന്നത്തെ വിജയികൾ ആരൊക്കെയെന്ന് ആദ്യം നോക്കാം. അമൃത ടി വി നല്ലോണം കണ്ടോണം ലക്ഷ്യങ്ങൾ കൊണ്ടോണം എന്ന സമ്മാന പദ്ധതിയുടെ അവസാന ദിവസമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ്. ആദ്യ മണിക്കൂറിലെ വിജയി നവീൻ ജി പാലക്കാട്. നവീന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇന്ന് അവസാന ദിവസത്തെ വിജയി പാലക്കാട് നിന്നുള്ള നവീൻ ജി ആണ്. ആവേശ കാഴ്ചകളുടെ കേളികൊട്ടുമായാണ് അമൃത ടി വി 20 വർഷം പൂർത്തിയാക്കി 21 വർഷത്തിലേക്ക് കടക്കുന്ന അമൃത ടി വി ആ സന്തോഷം ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സമ്മാന പദ്ധതി. രണ്ടാമത്തെ വിജയി സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. രാകേഷ് ടി എച്ച്, കോഴിക്കോട് നിന്നുള്ള രാകേഷ് ടി എച്ച് ആണ് ഇന്നത്തെ രണ്ടാമത്തെ വിജയി. ഇനി അടുത്ത വിജയി ആരാണ് എന്ന് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്ത് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയവരാണ് സമ്മാനത്തിനായി കാത്തിരിക്കുന്നത് എന്നറിയാം. അടുത്ത മൂന്നാമത്തെ മണിക്കൂറിലെ വിജയി അമൃത തിരുവനന്തപുരം. തലസ്ഥാന ജില്ലയിൽ നിന്നാണ് മൂന്നാമത്തെ വിജയി. അമൃതയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. മണിക്കൂറുകളുടെ ഇടവേളകളിലുള്ള ചോദ്യോത്തരത്തിന് സമ്മാനങ്ങൾ നൽകുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വയംവര സിൽക്സും വണ്ടർലായുമാണ്. ഇനി നമുക്ക് അടുത്ത വിജയി ആരാണെന്നറിയാം. അടുത്ത വിജയും സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. നിത മലപ്പുറമാണ് അടുത്ത വിജയി. നിതയ്ക്ക് എല്ലാവിധ ഓണാശംസകളും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും നേരുന്നു. അമൃത ടി വിയുടെ പ്രോഗ്രാമും ന്യൂസും ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അമൃത ടി വി നല്ലോണം കണ്ടോണം ലക്ഷ്യങ്ങൾ കൊണ്ടോണം എന്ന സമ്മാന പദ്ധതിയിലെ അടുത്ത വിജയി ആരാണെന്ന് നോക്കാം. ഗീതാ വിജയൻ, ആലപ്പുഴയിൽ നിന്നുള്ള ഗീതാ വിജയനാണ് അടുത്ത വിജയി. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷമാണെന്നറിയാം. ഓരോ വിജയികളെയും പെട്ടെന്ന് അമൃത ടി വിയുടെ സ്ക്രീനിൽ തെളിയും. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആറാമത്തെ വിജയി സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. അനീഷ് കോട്ടയമാണ് ഇന്നത്തെ ആറാമത്തെ വിജയി. അനീഷിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. അടുത്ത വിജയി ആരാണെന്ന് നോക്കാം. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കരുത്തും പ്രചോദനവുമായി ഞങ്ങൾ എന്നും മുന്നേറുകയാണ്. അതിന്റെ ഭാഗമായാണ് പ്രേക്ഷകരിലേക്ക് അമൃത ടി വി നല്ലോണം കൊണ്ടോണം ലക്ഷ്യങ്ങൾ കൊണ്ടോണം എന്ന സമ്മാന പദ്ധതിയുമായി ഞങ്ങൾ എത്തിയത്. ഇനി ഏഴാമത്തെ വിജയിയാണ് തൃശ്ശൂരിൽ നിന്നുള്ള ജെറി റിബേറയാണ് ഏഴാമത്തെ വിജയി. വളരെ പെട്ടെന്ന് തന്നെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. അമൃത ടി വിയുടെ സ്ക്രീനിൽ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് അടുത്ത വിജയികളും എത്തും. എട്ടാമത്തെ വിജയിക്കായി കാത്തിരിക്കുന്നു. മാധവ് കൃഷ്ണനാണ് എട്ടാമത്തെ വിജയി. മാധവ് കൃഷ്ണൻ, അതായത് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്തോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയവരാണ് ഈ കാത്തിരിക്കുന്നവരെ എന്നറിയാം. അങ്ങനെ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. അടുത്ത വിജയി ഉടൻ ഇപ്പൊ തന്നെ സ്ക്രീനിൽ തെളിയും. 9ാമത്തെ വിജയി ലൈജു എസ്, കൊല്ലത്ത് നിന്നുള്ള ലൈജു എസ് ആണ് അടുത്ത വിജയി. അങ്ങനെ മണിക്കൂറുകളുടെ ഇടവേളകളിലുള്ള ചോദ്യോത്തരത്തിന് സമ്മാനങ്ങൾ നൽകുന്നത്, ഇവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകുന്നത് സ്വയംവര സിൽക്സും വണ്ടർലായുമാണ്. ഇനി അടുത്ത 10ാമത്തെ വിജയി സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. അമൃത ടി വിയുടെ സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. പത്തനംതിട്ടയിൽ നിന്നുള്ള ലിബിൻ എന്നാണ് അടുത്ത വിജയി. അങ്ങനെ ഓരോ വിജയികളെയും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ന് അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഏറെ ആകാംക്ഷയോടെ ആയിരിക്കും ഈ മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. 11ാമത്തെ വിജയി വയനാട്ടിൽ നിന്നുള്ള മുസ്തഫയാണ്. അമൃത ടി വിയുടെ സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. വയനാട്ടിൽ നിന്നുള്ള മുസ്തഫയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത വിജയി ആരാണെന്ന് നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ തന്നെ ആ വിജയിയെ പ്രഖ്യാപിക്കും. 12ാമത്തെ വിജയി, ഈ അവസാന ദിവസത്തിലെ 12ാമത്തെ വിജയി ജോഫിയ ജോസഫ്, എറണാകുളം. ജോഫിയ ജോസഫാണ് എറണാകുളത്ത് നിന്നുള്ള. അങ്ങനെ അനീസ് കിച്ചൺ, സൂപ്പർ സ്റ്റാർ, കോമഡി മാസ്റ്റർ, സന്ധ്യാദീപം, തോന്നിയാക്ഷരങ്ങൾ, അങ്ങനെ പ്രോഗ്രാമുകളും വാർത്തകളുടെ സമഗ്രതയുമായി പ്രേക്ഷകരിലേക്ക് എത്തുന്ന വാർത്താ ബുള്ളറ്റിനുകളും ഇതെല്ലാം കണ്ട് അമൃത ടി വിയോടൊപ്പമുള്ള പ്രേക്ഷകർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അമൃത ടി വി നല്ലോണം കണ്ടോണം ലക്ഷ്യങ്ങൾ കൊണ്ടോണം എന്ന സമ്മാന പരിപാടി ഞങ്ങൾ നടപ്പിലാക്കിയത്. ഇന്ന് അവസാന ദിവസമായിരുന്നു. ഇന്ന് ഈ സമ്മാനങ്ങൾ നേടിയ 12 പേർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ഓണാശംസകളും ഒക്കെ നേരുന്നു. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ മെഗാ വിജയി ആരാണെന്നാണ് ഇനി അറിയാൻ പോകുന്നത്. ഈ ഓണക്കാലത്ത് സമ്മാന
സമ്മാന സമൃദ്ധിയുമായാണ് അമൃത ടെലിവിഷൻ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഓരോ ദിവസവും മെഗാ സമ്മാനമായി 1 ലക്ഷം രൂപയും ഓരോ മണിക്കൂറും കൈ നിറയെ സമ്മാനവുമായാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ പരിപാടിയിലെല്ലാം പങ്കെടുത്തത്. ഇനിയും അമൃത TV കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ മെഗാ വിജയി ആരെന്നുള്ള പ്രഖ്യാപനമാണ് ഇനി അടുത്തത്. ഏറ്റവും കൂടുതൽ ശരി ഉത്തരം അയച്ചവരിൽ നിന്ന് തെരഞ്ഞെടുത്ത മെഗാ വിജയി ആരെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും. അതുപോലെ തന്നെ നമ്മോടൊപ്പം ആ വിജയി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ജീന സംഗീതാണ് ഇന്നത്തെ മെഗാ വിന്നർ. അതായത് അമൃത TVയുടെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന പരിപാടിയിലെ അവസാനത്തെ ദിവസമായ ചതയം ദിനത്തിലെ മെഗാ വിജയി ജീന സംഗീ തൃശ്ശൂരിൽ നിന്നുള്ള. ജീന ടെലിഫോണിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹലോ ഹലോ, അഭിനന്ദനങ്ങൾ. അമൃത TVയുടെ 1 ലക്ഷം രൂപയാണ് സമ്മാനം നേടിയിട്ടുള്ളത് ജീന. ഇങ്ങനെ ഒരു വലിയ ഓണസമ്മാനം അല്ലെങ്കിൽ ഒരു ഭാഗ്യസമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ? ഇല്ലില്ല. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ജീന, തൃശ്ശൂർ എവിടെയാണ് ശരിക്കും സ്ഥലം? ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ മെഗാ വിജയി ആരാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. തൃശ്ശൂരിൽ നിന്നാണ് ഏറ്റവും അവസാനത്തെ 1 ലക്ഷം രൂപയുടെ സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. ജീന സംഗീതാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ജീന സംഗീതായിരുന്നു. അങ്ങനെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വിജയി ആരാണെന്ന് അറിഞ്ഞു. അമൃത TV നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം സമ്മാന പദ്ധതിയിലെ ഇന്നത്തെ ഏറ്റവും അവസാന ദിവസമായിരുന്നു പ്രേക്ഷകർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള. അങ്ങനെ ഏറ്റവും കൂടുതൽ ശരി ഉത്തരം അയച്ച ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയച്ചവരിൽ നിന്നാണ് മെഗാ വിന്നറെ തെരഞ്ഞെടുക്കുക. ആ മെഗാ വിന്നർ തൃശ്ശൂരിൽ നിന്നുള്ള ജീന സംഗീതാണ്. ജീനയുടെ ടെലിഫോൺ ലൈനിൽ എന്തോ ഒരു സാങ്കേതിക പ്രോബ്ലം ഉണ്ട്. 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനമാണ് ജീന സ്വന്തമാക്കിയിരിക്കുന്നത്. നാളെ തന്നെ അമൃത TV അംഗങ്ങൾ ജീനയുടെ വീട്ടിലെത്തുകയും ആ സമ്മാനത്തുക കൈമാറുകയും ഒക്കെ ചെയ്യും. ഇന്നുൾപ്പെടെ 10 പേർക്കാണ് അമൃത TV ഇതിനോടകം മെഗാ സമ്മാനം നൽകിയിട്ടുള്ളത്. ജീന ടെലിഫോണിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജീന, പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ ഓണക്കാലത്ത് ഇത്രയും വലിയൊരു സമ്മാനം ലഭിക്കുമെന്ന്? ഇന്ന് ആദ്യമായിട്ടാണോ മത്സരത്തിൽ പങ്കെടുക്കുന്നത്, അതോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അമൃത TV കാണുകയും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുകയും ചെയ്തിരുന്നോ? പറഞ്ഞോളൂ. ഒരു 8 ദിവസമൊക്കെ ആയിട്ടുണ്ട് കണ്ടുടങ്ങി, മെസ്സേജ് ഒക്കെ അയച്ചു തുടങ്ങിയിട്ട്. അമൃത TV കാണാറുണ്ടോ? ഏതൊക്കെ പ്രോഗ്രാമുകളാണ് കാണാറ്? അത് കൂടുതലായിട്ട് കോമഡി മാസ്റ്റേഴ്സ് ആണ്, പിന്നെ ന്യൂസ്. ഇനിയും അമൃത TVയിലെ പ്രോഗ്രാമും ന്യൂസും ഒക്കെ കാണണം. ജീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് 2 മക്കള്, ഹസ്ബൻഡ്, അങ്ങനെ ഞങ്ങൾ 4 പേരുള്ളൂ. ജീന എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. എന്തായാലും ഈ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനാണ് ജീനയ്ക്ക് അടിച്ചിട്ടുള്ള. അമൃത TV അംഗങ്ങൾ നാളെ തന്നെ തൃശ്ശൂരിലുള്ള ജീനയുടെ വീട്ടിലെത്തി ഈ സമ്മാനത്തുക കൈമാറുന്നതായിരിക്കും. അവസാനമായി ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ഓണാശംസകളും അറിയിക്കുന്നു. വലിയൊരു സമ്മാനമാണ് ഈ ഓണക്കാലത്തെത്തിയത്. എന്തെങ്കിലും അമൃത TVയെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷകരോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ എന്തെങ്കിലും ജീനയ്ക്ക് പങ്കുവെക്കാനുണ്ടോ? ന്യൂസുകളും ഇതിലുള്ള പരിപാടികളൊക്കെ മെയിനായിട്ട് കാണുക, പിന്നെ ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോ അതിൽ പങ്കെടുക്കുക. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എനിക്ക് കിട്ടുന്ന യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല. അങ്ങനെ കിട്ടി, അത് വലിയൊരു സന്തോഷം. എന്തായാലും ജീനയ്ക്ക് ഒരിക്കൽ കൂടി വലിയ വലിയ അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ ഓണാശംസകളും നേരുന്നു.